പിന്നെ ഇതാ നമ്മുടെ സ്ഥിരം വേൾഡ് കപ്പ് പ്രേക്ഷകൻ വളരെ സങ്കടത്തിലാണ്. വരും ദിവസങ്ങളിൽ എന്ത് കണ്ടിട്ട് ഉറക്കം കളയും, എന്ത് തിന്നിട്ട് ഉറക്കം കളയും എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും ഓടുകയാണ് അദ്ദേഹം. അപ്പോൾ നമുക്കിവിടെ 2 വണ്ടികളുടെ സംഗമം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഈച്ചു അദ്ദേഹം തൻ്റെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യുന്നു. ഈച്ചു അദ്ദേഹത്തിന് പാർക്ക് ചെയ്യാനുള്ള വാഹന സൗകര്യം നമ്മുടെ അർബാനി ഒരുക്കി കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മാഫിയ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് ഈ ഏരിയ നോക്കി മൊത്തത്തിൽ ഈ ഇവിടെ ഞാൻ വണ്ടി മാറ്റായി കരുതി. അതിന് ബാങ്ക് വെച്ച് നോക്ക്, മഞ്ഞ് മഞ്ഞടാ മഞ്ഞ് അല്ലേ. ഇതാ കാട്ടിൽ കൊണ്ടുപോകണ ഒരു വണ്ടി. ഞാൻ കൊടുക്കോക്ക് സഫ്വാൻ ഖാൻ്റെ വണ്ടിമുള്ള മഞ്ഞ് നോക്ക്. സഫ്വാൻ ഖാൻ്റെ വണ്ടി അവിടെ നിർത്തി പാർക്ക് ചെയ്തിട്ടുണ്ടോ? ഡ്രീം ഡിസൈൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അപ്പുറത്തൊരു BMW പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെ കുഞ്ഞി അർബാനിയ അവിടെ ഒരു യാത്രക്കൊരുങ്ങി നിൽക്കുകയാണ്, നമ്മുടെ സ്വന്തം അർബാനിയ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് നമ്മുടെ ഇക്കുവിൻ്റെ സ്വന്തം ഇന്നലെ സ്വന്തമാക്കിയ ഇക്കു, അതായത് മോഹവില നൽകിയിട്ട് ഇന്നലെ സ്വന്തമാക്കിയ ഈക്കോ പറഞ്ഞിട്ടുള്ള വണ്ടി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിസയർ മഞ്ഞിൽ കുളിച്ച് അതവിടെ കാണാൻ പറ്റും. കാട്ടിലേക്ക് ഇറക്കി നിർത്തിയിട്ടിരിക്കുന്നു. തൻ്റെ വണ്ടിക്ക് എന്തുമാവാം എന്നൊരു ഭാവത്തോടെ, എന്ത് വന്നാലും കുഴപ്പമില്ല എന്നൊരു ഭാവമുണ്ടെങ്കിൽ കാലെവിടെയോ മുട്ടിയെന്നാണ് തോന്നുന്നത്. സ്വന്തം വണ്ടിയുടെ ഡോറ് കൂട്ടിയടിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം വണ്ടിയുടെ ആ എൻജിൻ പവറും ഡോറിൻ്റെ പവറും ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ വീണ്ടും എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ സ്വന്തം വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി പറയുന്നിരിക്കെ സ്വന്തം വണ്ടി തന്നെ തട്ടിയിട്ട് സൈഡായിരിക്കുന്നു ഈച്ചു. അപ്പം നമ്മളിന്ന് എല്ലാവരും നമ്മൾ അർബാനിയ ഒരു ട്രിപ്പിന് ഒരുങ്ങുകയാണ്. ഒരു ബ്രേക്കിന് ശേഷം ഒരു ട്രിപ്പ് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം മുമ്പ് ഇതേപോലെ ഒരു ട്രിപ്പ് പോയ സമയത്താണ് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ നമ്മളെല്ലാവരും തിരിച്ചിറങ്ങണത്. സോ എല്ലാവരും അന്ന് ഭയങ്കര സങ്കടത്തിലെല്ലാവരും അവിടുന്ന് തിരിച്ചിറങ്ങിയവരാണ്. ഇന്ന് എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും പോവാം, നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലം വരെ പോകണം, ഒരു സർപ്രൈസ് സ്ഥലം വരെ നമുക്ക് പോകാണ്ട് നടക്കാണ്. അപ്പോൾ അഫീഫിനെ പോലുള്ള പലരും വീടടക്കം കയ്യിലാക്കിക്കൊണ്ടാണ് വെള്ള തുണി വെള്ള വിരിയും എങ്ങോട്ടാണ് എടുത്തു വരുന്നത്. എനിക്കൊന്ന് വണ്ടിൻ്റെ ഉള്ളിൽ കയറി കടന്ന് പുതച്ചു മൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കണ്ണിൽ കണ്ടുകൊണ്ടാണ് അഫീഫിനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അഫീഫ് അത് അന്തംഗമ്മിയായി വരികയാണ് കേട്ടോ. കയ്യിൽ ഐപാഡ് ഗെയിം കളിച്ചല്ലത്. ഈ വെള്ള ഷീറ്റ് എടുത്തതിനുള്ള റീസൺ നിലത്തിരിക്കാനാണോ? കംഫർട്ട് തൊള്ളേ ചളിയാവൂല അഫീഫെ? അല്ലെ എല്ലാവരും ചെരുപ്പൂജി ഫ്രണ്ടിൽ ഊരിടിപ്പിക്കണം. അവിടെ നമ്മളെ ട്രിപ്പിൻ്റെ നമ്മളെല്ലാവരും വിളിച്ചു നടത്തിയ നമ്മുടെ നാഥനില്ല കളരി പോലെ ഓടുകയാണ്. അപ്പോൾ നാഥൻ വരുന്നു. എന്താ ചോക്ലേറ്റോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റ് കിട്ടിയ രണ്ടാളും പേസ്റ്റും ട്രിമ്മറും. എന്തോ അന്താരാഷ്ട്ര ഡീല് നടത്തിയ പോലെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പോലെ അങ്ങനെ ആക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ബാസീഗർ നമ്മളെ കൂടെയുണ്ട്. ബാസീഗറാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇവിടെ ഒന്നുമില്ലല്ലോ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് രാജമ്മോന് ബോംബെന്ന് വരാൻ പോവാണ്. ഈ വണ്ടി കിടക്കണത് പേടിയാവാ. നബീൽ ഇന്ന് വലിയൊരുന്നാളാണല്ലോ, ഫേസ് ക്രീം വെച്ചാണ്ട് വരാന്. അത് അങ്ങനെ ഒരു ചെങ്ങായി ഒന്ന് പോവേ. എടാ സൗന്ദര്യാസ്വാദക ഇങ്ങോട്ട് വന്നാ. കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് ബാസിലാണ് പറഞ്ഞ കേട്ടോ. ബാസിൽ വന്നിട്ടേ ഞാൻ ഞെട്ടിപ്പോയി. എടാ ജിമ്മേ അല്ലേ, ഞാൻ ഒറ്റടിക്ക് നീച്ചില്ലേ, ഒറ്റടിക്ക് ഇസ്ലാം ഞാൻ നേരാണ് തിരിഞ്ഞ് എന്താണ്. അപ്പം വണ്ടി വന്നെന്ന് പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അമലേട്ടൻ വന്ന് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ബാസിൽ വന്നത്. അപ്പോൾ നബീൽ എല്ലാ ദിവസത്തെയും പോലെ ഒരു ബാഗ് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ ബാഗ് കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നബീൽ നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നബീൽ ഇതൊക്കെ ചെയ്യുന്നതും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അർബാനിയ ഇന്ന് യാത്രക്ക് വേണ്ടി വരികയാണ്. സോ ഇത് നമ്മൾ അർബാനിയൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ പോലെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അർബാനിയൻ്റെ നമ്പർ കണ്ടോളി, എഴുതി വെച്ചോളി. 777
0008726 എന്നുള്ള അർബാനയുടെ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ യാത്രകൾക്കും കോളേജ് ട്രിപ്പുകൾ, കോളേജല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ ട്രിപ്പ് 10-15 ആൾ പോകാനുള്ള കമ്പനി ട്രിപ്പുകൾ, അല്ലെങ്കിൽ ഇങ്ങൾക്കൊരു കല്യാണ ട്രിപ്പുകൾ, 1 ഡേ സൈറ്റ് സീയിങ്, 1 ഡേ വയനാട്, മൂന്നാർ പ്രദേശങ്ങളിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അർബാനെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്മളെ സ്വതസിദ്ധമായ ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മളെ ഡ്രൈവർ നിങ്ങളുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മളെ സെൽമുണ്ണി എണീറ്റിട്ടുണ്ട്. എല്ലാവരും കണ്ണ് ബോഡിനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബാസിലൊന്നും കണ്ടുന്ന നോട്ടെ. സുഹൃത്തുക്കളെ, ഇത് ഇന്നലെ രാത്രി വേൾഡ് കപ്പ് കഴിഞ്ഞത്. ശരി, സാധാരണ 6-7 മണിക്കൂർ ഇറങ്ങലുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ കണ്ണ് വീങ്ങിപ്പോവും. ഇതേപോലെ വീങ്ങും. നോട്ടെ, കണ്ണ് കാണിച്ചെന്ന കണ്ണടൊക്കെ കണ്ണട ഉള്ളിലാണ്. കണ്ണ് പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞിട്ട് ചേട്ടാ പോയേ. ഞാൻ ഇവിടെ ഇവരൊക്കെ എല്ലാരും വിളിച്ചോണ്ടേ. ഞാനാകെ പേടിച്ചു പോയി. ബാസിലൊരിക്കലും ഉണ്ടല്ലോ ഞാൻ ഒറ്റടിക്ക് ഞാൻ ചത്തിങ്ങനെ കടന്നിങ്ങനെ റെഡി വരാ. കൺഫർമേഷൻ എടുക്കണ്ടോ? എന്താ പിന്നെ കുന്തപ്ലേറ്റ് ഘടിപ്പിച്ചുട്ടോ ഇന്നത്തെ ഒരു യാത്രക്കുള്ള. ഓ സിസ്റ്റല്ലേ, പുതിയ സെറ്റപ്പ് അല്ലേ നമ്മളെ ഓരോ സെറ്റപ്പുകളല്ലേ നബീൽ അതൊക്കെ. അപ്പൊ നബീലിന്റെ മുടി നരച്ചു തുടങ്ങിയതാ. നബീലിന്റെ മുടി നരച്ചു തുടങ്ങി, ഇന്റെ മുടി നരച്ചു തുടങ്ങി, ഇതാ ബാസിലിന്റെ മുടി സൈഡ് നരച്ചു തുടങ്ങി. സൽമാൻ കേട്ടോന്നാ? സൽമാന്റെ പിന്നെ നരച്ചിട്ടില്ല. സൽമാൻ നമ്മളെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും നരക്കാത്ത മുടിയുള്ളത്. അപ്പൊ എന്താ വെച്ചാല് വയസ്സാവുകയാണ് കേട്ടോ. അതാണ് ഇതിന്റെയൊക്കെ സൂചന. അപ്പൊ നമ്മുടെ സ്വന്തം അമലേട്ടൻ ഏത് യാത്രകൾ പോകുമ്പോഴും നമ്മുടെ സ്വന്തം അമലേട്ടൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അമരമ്പലത്തിൽ നിന്നും അമലേട്ടൻ. ഇതിപ്പോ കറക്റ്റ് ഉറക്കൊക്കെ ഉറങ്ങി ഈ ട്രിപ്പിൽ നമ്മളെ കൂടെ വരുന്ന ഒരേ ഒരാള് അമലേട്ടൻ മാത്രമായിരിക്കും. അമലേട്ടൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ജാപ്പനീസ് സ്റ്റൈലിൽ പടമായതാണെന്ന് തോന്നുന്നു. എടാ ഞാൻ പറയട്ടെ, ചെരുപ്പുകൾ ഇവിടെ ഊരിക്കോളിട്ടോ. കാരണം എന്താ അറിയോ, അവിടെ ഇന്ന് നിലത്ത് കിടക്കണല്ലോ എല്ലാരും. അല്ല ഞാൻ നിലത്ത് കിടന്നുണ്ട്. ക്യാൻ യു? അപ്പം സൽമാനിത റെഡിയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മളെ കണ്ണൂർ സ്വദേശി അസീബ് ഇന്ന് വൈകുന്നേരം ഏതോ വലിയ ഏതോ കുടിയിരിക്കൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോകേണ്ട ആളാണ്. കണ്ണൂർ എത്തുമെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മള് 4:30 പുലർച്ചക്ക് ഇറങ്ങേണ്ട നമ്മൾ പോണത് രാവിലെ 8 മണിക്കാണ്. അപ്പൊ എന്നിരുന്നാലും ഓരോരു കോൺഫിഡൻസ് ഒന്ന് നോക്കിയേ. ഇന്ന് വൈകുന്നേരം ഒരു ലക്ഷറി വർക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഷൂട്ടിന് പോകേണ്ട ആളാണെന്ന് കണ്ട ഒരിക്കലും പറയില്ല. മുനീർ ഇതാണ് എനിക്ക്. മുനീറിന്റെ അടുത്ത് ചാർജറല്ലേ മുനീറെ? വയറും സാധനങ്ങളൊക്കെ അല്ലേ. ബാസീകർ അവസാനത്തെ സീറ്റ് പിടിച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ നിലത്ത് കിടക്കുന്ന ആൾക്കാരെ സെറ്റപ്പ്. ചെരുപ്പൂരിട്ടോ ഹൈക്രോസോ ലോക്കാക്ക് വണ്ടികളൊക്കെ ലോക്കാക്ക്. ലേറ്റ് ഒന്നുണ്ടോ? നമ്മൾ യാത്രക്ക് ഒരുങ്ങാണ് സുഹൃത്തുക്കളെ. ഇന്ന് സീനാവും. എല്ലാം കൂടി പിരാന്തയക്കണേ. ഇന്നലെ ഫ്രാൻസിന്റെ കോച്ച് ഇങ്ങനെ നിന്നേക്കാണ് 80-ാം മിനിറ്റില്. അതേ നിർത്താണ്. ഫ്രാൻസിന്റെ തോൽവി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ചർച്ചയില്ല. ഇത്രയും ദിവസം നല്ല കളി വെച്ചാണ്ട് ഇന്നലെ പന്ത് തൊളാൻ കിട്ടിയില്ല. അതെന്താ അങ്ങനെ ആയത്? ഫ്രാൻസ് സ്പെയിന് ഫുൾ ഗെയിം ചേഞ്ച്. പന്ത് കൊടുക്കണില്ല. പന്ത് കിട്ടണില്ലാന്ന് പോയി. അത്ര മതി. ഞാനാണ് ഈ ഐഡിയ ഉണ്ടാക്കിയത്. അതാ ഞാൻ അവിടെ എന്താ കാട്ടുക? ചുരുളേ അവിടെ ചുരുണ്ട് കിടക്കേണ്ടി വരും. ഞാൻ പിന്നെ ഡോറിന്റെ അവിടെ കിടക്കേ. അല്ല കുറച്ച് നീണ്ട അവിടെ വരെ എത്തി. അവിടെ ലൈറ്റ് കൂടുതലാവും. ഒത്തു പിടിച്ചാ വളയ്ക്കും പോലും. അല്ല ഞാൻ പറയട്ടെ അഫിയെ, എന്നാ ബാക്കിൽ ഞാൻ കിടക്കാം. മല പോരിട്ടോ
അല്ല ബാക്കിൽ ഞാൻ കിടക്കണേ ഞാൻ കിടക്കാം. അല്ല വേണ്ട അതല്ല രണ്ടൊരു തല അങ്ങോട്ടും കൊണ്ട് വെച്ച പോലെ കാലം കൊണ്ടാക്കിയ പോലെ ബുദ്ധിക്ക് പറഞ്ഞിട്ടോ അവന്. അല്ല എല്ലാ സാധനങ്ങളും എടുത്തു നമ്മള്. അവനേട്ടാ പോയിട്ടോ. കോട്ടൊക്കെ എടുത്തോ? ഒരു സെക്കൻഡ് സാധനങ്ങൾ എടുത്ത് നോക്കാനേ. കോട്ട് എടുത്തിക്കണേ. അപ്പം പല കോട്ടും സ്യൂട്ടുകളും എടുക്കാനുള്ള സമയമായി. എല്ലാവർക്കും അറിയണ പോലെ ഇനി നമ്മളൊന്നും മറച്ചു വെക്കണില്ല ആരും മുന്നിൽ. കാരണം അതാ സാധനം എൻ്റെ കോട്ടതാ, എൻ്റെ കോട്ടിൻ്റെ ഇത് കാണിച്ചു കൊടുത്താ. അപ്പം അത് നമ്മൾ അടുപ്പിക്കണത് കാസർഗോഡ് നിന്നൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് കാര്യങ്ങൾ ചെറിയ മാറ്റമുള്ളതുകൊണ്ട് അത് മാറ്റാൻ അടക്കമുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഒരു കോട്ടിൻ്റെ അളവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 18 സുഹൃത്തുക്കളെയും ഇത്രയും വലിയ ഡബിൾ ഡെക്കർ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഉറക്കം എണീപ്പിച്ചിട്ട്. ഈച്ചോ എല്ലാ വണ്ടികളും ലോക്കൽ ഈച്ചോ 1 മണിക്കൂർ ഉറക്കം. എന്താ അറിയാട്ടോ ഒരു പവർ ഉണ്ട്. അത് കുറച്ചു നേരം ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. ഇങ്ങോട്ടിരുന്ന. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ യാത്ര ആരംഭിക്കാണ്. ഈ ഒരു യാത്ര എന്തൊക്കെയോ എടുത്തിട്ടില്ല തോന്നണേ. അല്ല വ്ളോഗിന്റെ സാധനം എടുത്തില്ല സൽമാനെ? പെട്ടിയും മൈക്ക് കൊടുത്തില്ലേ? എന്ത് എടുത്തിട്ടില്ല, പിന്നെ എടുക്കാം. അപ്പം എന്ത് വന്നാലും വ്ളോഗ് മുടങ്ങരുത്. എൻ്റെ പാവപ്പെട്ട പ്രേക്ഷകർക്ക്, എൻ്റെ 3.5 മില്യണോളം വരുന്ന എൻ്റെ സഹൃദാക്കളായ പ്രേക്ഷകർക്ക് വ്ളോഗ് മുടങ്ങാതെ കിട്ടണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. 399 റുപ്യൻ്റെ ഈ ട്രൗസറും 200 ഈ ഷർട്ടും ആകെ പിന്നെ എൻ്റെ വ്ളോഗിൻ്റെ ക്യാമറയും മാത്രമാണ് ഞാൻ എടുത്തെന്ന് ഉറപ്പെടുത്തിക്കുന്നത്. ബാക്കി എന്തൊക്കെ എടുത്തതിന് കല്ലി വലിയ അള്ളാഹോ ഒന്നും എടുത്തുകൊണ്ടൊന്നും ഒരു ഓർമ്മയില്ല, ഉറപ്പില്ല. അപ്പം നബീൽ ഖജാൻജി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു യാത്ര കാസർഗോട്ടേക്കോ കണ്ണൂരേക്കോ എന്നറിയാതെ നമ്മൾ തുടങ്ങുന്ന ഈ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ അർബാനയിൽ ഈ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, ആരംഭിക്കുകയാണ്. അപ്പൊ നിഹാൽ അവർകൾ ഇതാ മറ്റേ ജപ്പാനിൽ നിന്ന് വാങ്ങിയ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിഹാൽ. ജപ്പാൻ എടാ എന്റെ ബാഗ് എടുത്തു ഞാന്. ഇല്ലല്ലോ, ഉണ്ടാവും ഈ സീറ്റുമല്ലേ? ടെക് പ്രോന്റെ കവർ, ടെക് പ്രോന്റെ ബാഗ്. പ്രോന്റെ ബാഗ് ഇല്ല, മസിൽ ബ്ലേസിന്റെ ബാഗ് ഉണ്ട്. ആ ടെക് പ്രോന്റെ ബാഗ് ഉണ്ട്.